എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അത് ഒരു പരാതി ഇപ്പം മൊബൈൽ ഫോൺ മിസ്സിംഗ് ആകാറുണ്ട്. അപ്പം മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ആ പരാതിയുടെ റിസിപ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ CIR എന്ന് പറയും, എക്വിപ്മെൻറ്റ് ഇൻഡെക്സ് രജിസ്റ്റർ. ആ രജിസ്റ്റർ എൻട്രി നടത്തും. ആ റെസിപ്റ്റ് ഈ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ IMB നമ്പർ അതിനകത്ത് ഫീഡാവും. ആ ഫോണ് പിന്നെ ഒരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, അത് ബ്ലോക്കാവും. മൊബൈൽ നഷ്ടപ്പെടുന്നവർ ഈ സേവനം കൂടുതലായി ഉപയോഗിക്കണമെന്ന് കേരള പോലീസ്. ഇത് നമ്മുടെ വൈഡ് പബ്ലിസിറ്റി കൊടുത്ത ശേഷം ജനങ്ങൾക്ക് നല്ല ലാഭമാവും. കാരണം എല്ലാവർക്കും നമ്മുടെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ് ആയതിനു ശേഷം ഇതിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. നമ്മൾ 10 ഫോൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പരാതി നൽകി ആഴ്ചകൾക്കുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം. ഏപ്രിൽ 20 ബീച്ച് വന്നായിരുന്നു കോഴിക്കോട്. അവിടെ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടത് ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശേഷം രജിസ്റ്റർ ചെയ്തായിരുന്നു. ഒരു 2 ആഴ്ചക്കകം അതിൻ്റെ റിസൾട്ട് വന്നു. ഡൽഹി ലാസ്റ്റ് ഫോൺ ഓണായത് ഡൽഹിയിൽ വെച്ച് സൈനിൽ ഓണായി. അങ്ങനെ ആളെ ട്രേസ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനായിരുന്നു നഷ്ടപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നായിരിക്കണം. അവിടെ നിന്നാവാനാണ് ചാൻസ്. ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഫോണിലെ സെറ്റിംഗ്സ് മാറ്റിയാലും കണ്ടെത്താൻ കഴിയും എന്നതാണ് പോർട്ടൽ നൽകുന്ന ഉറപ്പ്. നമ്മൾ നഷ്ടപ്പെട്ട ഫോണിനകത്ത് ആരെങ്കിലും സിം ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് അറിയാൻ സാധിക്കും ആരാ ഇൻസർട്ട് ചെയ്തതെന്ന്. അപ്പോൾ അത് എത്ര പേര് ഇൻസർട്ട് ചെയ്താലും ഒരു സിം ഒഴിവാക്കി മറ്റൊരു സിം അതിനകത്ത് ഇട്ടാൽ പോലും അതായത് 2 പേര് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് അതിനകത്ത് സിം ഉപയോഗിച്ചു എന്ന് നമുക്ക് ഈ CIR സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്ററിലൂടെ ഈ പോർട്ടലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. കൊണ്ടുപോയവർക്കെതിരെയുള്ള നടപടി എങ്ങനെയാണ്? നിയമ നടപടി എല്ലാവരും കുറ്റവാളികളല്ല. ഫോൺ ചിലപ്പോൾ വഴി കിടന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ആൾ കുറ്റവാളിയല്ല. അയാൾക്ക് അറിയില്ല എവിടെ കൊടുക്കണമെന്ന്. അപ്പോൾ ആൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആൾക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അല്ലാതെ പോക്കറ്റ് അടിച്ച ആളുകൾ അങ്ങനെ ആണെങ്കിൽ മത നടപടി അല്ലാതെ തന്നെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ ഈ വെബ്സൈറ്റിൻ്റെ പേരും എല്ലാം ഓർത്ത് വയ്ക്കുക. ജോമിനോ